അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. സുവിശേഷ വിചിന്തനം. ക്രിസ്തുമസ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലരും യേശുവിൻ്റെ അടുക്കൽ വരുന്നതും അനുഭവിക്കുകയും തിരിച്ചറിയുകയും ചെയ്ത യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നത്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നവർ യേശുവിൽ ഗുരുവിനെയാണ് കണ്ടതെങ്കിൽ, യേശുവിനോടൊത്ത് സഹവസിച്ചവർ യേശുവിൽ മിശിഹായെ, ക്രിസ്തുവിനെ കാണുന്ന അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. ഈ രൂപാന്തരീകരണം ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. പിശാചിൽ നിന്നും ജനിച്ചവർ പാപം ചെയ്യുകയും സഹോദര സ്നേഹം നിഷേധിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്നും ജനിച്ചവനിൽ നിന്നും അകന്നു നിൽക്കുന്നുവെന്ന് മാത്രമല്ല, സഹോദരനെ സ്നേഹിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഇന്നത്തെ 1-ാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, നമ്മൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണോ പിശാചിൽ നിന്നും ജനിച്ചവരാണോ എന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. യേശുവിനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ്റെ നാമം വഹിക്കുകയും ചെയ്യുന്ന നമുക്ക് സ്നേഹത്തിൻ്റെയും നീതിയുടെയും പ്രവൃത്തികളിലൂടെ നമ്മൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണെന്ന് ആഘോഷിക്കാം.